ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ. നമസ്കാരം. ബിജുവായിരുന്നോ? ശരിക്കാണോ പോയി? എന്നോട് കുറെ കഥകൾ കണ്ടിട്ട്. നീ നാളെ സ്ഥലത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാ കാണുന്നത്? ഒറീസ് വരെ പോയി. അച്ഛാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ബിസിനസ് ഒക്കെ? ബിസിനസ് എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്രയൊക്കെ സുഖമായിരുന്നു. പിന്നെ എന്നോട് വാർത്തകളൊക്കെ എന്നാ ഇങ്ങനെ ഞാൻ ഒരു പഞ്ചായത്തിന്റെ ഒരു പ്രൊജക്ട് അവിടെ നടക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആ വർക്കിന് ഒന്ന് പോയി നോക്കിയിട്ട് വരുന്ന വഴിയാണ്. അതല്ലേ, നമ്മുടെ ടൗണിലെ വെല്ലിങ്ങിന്റെ കുറച്ച് ബാക്കി കുറച്ച് വർക്കുണ്ടോ? അത് ഒരു 2-3 ദിവസത്തെ പണിയും കൂടെ ഉണ്ട്. നമ്മുടെ രമേശല്ലേ പോകുന്നത്? രമേശനാ? അവരെന്ന് വിളിച്ചേ. രമേശ രമേശ ഇവിടെ അച്ഛനെ വിളിക്കുന്നു, ഒന്ന് വന്നോ. ഇരിക്കും രമേശ. എന്താ രമേശ നീ എന്നെ വിളിച്ചു കിടക്കണോ? നീ ഒരു 10,000 രൂപ മേടിച്ചിട്ട് എനിക്ക് ഇന്ന് 10 ദിവസമായി. നീ ആ പറഞ്ഞ ഡേറ്റ് ഇന്ന് വരെ പൈസ തന്നോ? ഫോൺ വിളിച്ചാ ഫോൺ വിളിക്കുക, അല്ലാതെ സ്വിച്ച് ഓഫാക്കി വെച്ചേക്കുക. ഇതെന്താ രമേശ ഇങ്ങനെ? രമേശേട്ടാ, ഞാനാണ് അച്ഛന് 1 ലക്ഷം രൂപ കൊടുക്കാറുണ്ട്. എന്നിട്ട് ഞാനിവിടെ കയറി ഇറങ്ങുന്നില്ലേ? അച്ഛനോട് കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇങ്ങനെ ഒളിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഒളിച്ചു നടന്നതല്ല അച്ഛാ. എനിക്ക് അച്ഛന് പൈസ തരാനില്ലെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്റെ സാഹചര്യം ഇപ്പൊ അങ്ങനെയല്ല. അച്ഛനെ വിളിച്ചു പറയാനുകൊണ്ട് എന്റെ ഫോൺ വരെ പോയി എങ്ങനെ അച്ഛൻ അറിയില്ല. രമേശ, നിന്റെ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇടപാടുകൾ കൃത്യമായിരിക്കണം. എന്നാലും രമേശൻ എന്തോ പറയാനുണ്ടല്ലോ, എന്താ കാര്യം? ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരാള് എന്നോട് പറഞ്ഞു, ഒന്ന് എന്നെ കേട്ടുമെന്ന് ചോദിച്ചു. എന്റെ വണ്ടിയിൽ സ്കൂട്ടിയിൽ കാലൊക്കെ വേടിഞ്ഞ് ആ ചരലിൽ നിരങ്ങി വീണു. അയാൾക്ക് നല്ലോണം പറ്റി. എനിക്ക് ചെറിയതാ ഇവിടെ ചെറിയൊരു പരിക്കൽ നിരങ്ങി. അയാൾക്ക് കൂടുതലായി. ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അച്ചായന് വേണ്ടി കരുതി വെച്ച പൈസ എന്റെ ആശുപത്രി പോയി. അല്ലാതെ അച്ചായനെ പറ്റിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കില്ല അച്ഛാ. പക്ഷെ ശരിയാണ് രമേശ്, അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷെ നിനക്കൊന്ന് പറഞ്ഞുകൂടെ? ഒരു സംഭവം ഇങ്ങനെ എനിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞുകൂടെ? അച്ഛാ, എന്റെ ഫോണിൽ ഇന്നലെയാണ് ഞാൻ ശരിയാക്കി കിട്ടിയത്. വീഴുന്ന സമയത്ത് തന്നെ എല്ലാം പോയി, എല്ലാം തളർന്നു പോയി. അത് ഞാൻ അറിയുന്നില്ലല്ലോ. പക്ഷെ എന്റെ ഒരു രീതി വെച്ചാണ് ഞാനിപ്പോ പറഞ്ഞത്. പക്ഷെ നിനക്ക് ഇനി വേണം സഹായം, ഇനി അച്ഛൻ ചെയ്യും. അതിനൊന്നും അച്ഛനൊരു വഴിയില്ല. പറയായിരുന്നു ആശുപത്രി വരുന്ന ഇന്നലല്ലേ? സ്വന്തമായിട്ട് മുടക്കാൻ പൈസ ഒന്നും ഇല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു പാവപ്പെട്ടവരായിരുന്നു. എന്നെ കാലത്തോടിന് വിളിച്ചു കയറ്റി. ഇൻഷുറൻസ് വല്ലതും കിട്ടുവോ? ഇൻഷുറൻസ് കിട്ടുമായിരിക്കും. നിനക്ക് എന്തായാലും പൈസ അത്യാവശ്യം വേണോ ഇനി? ഇപ്പം വേണ്ട അച്ഛൻ, ഈ മനസ്സിന് തന്നെ 1000 നന്ദി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ പിന്നെ കുറച്ച് തിരക്കുണ്ട്. ഹലോ ഹലോ, രാജനല്ലേ? അതെല്ലോ രാജ, ഞാൻ അർജന്റായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുന്നതാണ്. എന്താണ്? നമ്മുടെ അച്ചായന് ഇപ്പൊ കുളിമുറിയിൽ തന്നെ വീണിട്ടെ തലയടിച്ചു വീണ് ഇപ്പൊ ആകെ ബ്ലഡ് എല്ലാം പോയി, ഒത്തിരി പ്രശ്നമുണ്ട്. നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലെ ICUവിലാണുള്ളത്. രാജൻ ഒരു കാര്യം ചെയ്യൂ, ചികിത്സാ ചെലവിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. വളരെ അത്യാവശ്യമായിട്ട് എവിടുന്നേലും ഒക്കെ കിട്ടാവുന്ന പൈസ സംഘടിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം. പൈസ എന്ന് പറഞ്ഞാൽ സംഘടിപ്പിച്ചേ പറ്റൂ. അപ്പൊ കോൺട്രാക്ടർ ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ പെട്ടെന്ന് വരൂ, പെട്ടെന്ന് വന്നാൽ മാത്രം വരാം. കുറച്ച് കാഷായിട്ട് തന്നെ വരണം, വളരെ അത്യാവശ്യമാണ്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. ഇത് എവിടെ പോയി കിടക്കുന്നു? എന്റെ രാജ, എപ്പം വരാൻ പറഞ്ഞതാ? അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛന് ICUവിലാണ്, വളരെ പ്രശ്നമാണ്, സീരിയസ് ആണ്. ബ്ലഡ് കുറെ പോയിട്ടുണ്ട്, അബോധാവസ്ഥയിൽ കിടക്കുക. ഇപ്പൊ എന്നാന്ന് വെച്ചാൽ ഉടനെ അടിയന്തര ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി പൈസ എത്ര ഇറങ്ങണമെന്നറിയോ? ഇപ്പൊ എന്റെ അടുത്തുള്ള പൈസ മുഴുവൻ തീർത്തു. രാജൻ കൊണ്ടുവന്ന് പൈസ എടുക്ക്. കോൺട്രാക്ടർ, എനിക്ക് പൈസ തിരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ കൈയും വീശിയും കൊണ്ട് വരുവാണ് ഇത്? നിങ്ങൾ ഒന്നുമല്ലല്ലോ അച്ഛനോട് ഒരു കടപ്പാടില്ലേ? കടപ്പാട് സ്നേഹമൊക്കെ ഇപ്പോഴുണ്ട്. കടപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ മതിയോ? നിങ്ങൾ ഉള്ള പൈസ എടുക്ക്. എന്റെ കോൺട്രാക്ടർ, എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾ കൊടുക്കാനുള്ള 1 ലക്ഷത്തിൽ ഒരു 50,000 രൂപയിലും ഇപ്പൊ ഒന്ന് കൊടുത്താൽ അത്ര ആശ്വാസമല്ലേ? 1 ലക്ഷം ആർക്ക് കൊടുക്കാൻ? അച്ഛന് കൊടുക്കാനുള്ള പൈസ എടുക്കും. എന്താ കോൺട്രാക്ടർ പറയുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത്? നമ്മളെല്ലാം ഉള്ള സമയത്ത് ബിജുവും ഞാനും രമേശനും ഒക്കെ ഉള്ള സമയത്തല്ലേ പറഞ്ഞ 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കേണ്ടത്? എന്റെ കോൺട്രാക്ടർ ഞാൻ ബിജുവിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ പറഞ്ഞല്ലേ? ബിജുവിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ താൻ ഇല്ലാത്ത കാര്യം പറയുന്നത്?
ഇവിടെ പൈസ കൊടുക്കണ്ടേ? ആശുപത്രിയിൽ പൈസ കൊടുക്കണ്ടേ? അച്ഛൻ ബോധമില്ലെന്ന് വിചാരിച്ച് ഏറ്റുവരികയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. എന്റെ കോൺട്രാക്ട് അത് അച്ചായൻ അന്ന് സുഖപ്പെട്ട് വരുന്ന സമയത്ത് നമുക്ക് തെളിയിക്കാതെ, പക്ഷെ എന്റെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അച്ഛന് പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പരസ്യമായിട്ട് പറഞ്ഞ് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ നിങ്ങളോട് ചോദിക്കുന്നത്? എന്റെ കോൺട്രാക്ടർ അന്ന് രമേശനെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്, രമേശൻ വരാത്തതുകൊണ്ട്. എന്റെ ചങ്ങാതി, ഇതിപ്പോ എവിടെ ചെന്നിട്ടുണ്ടാക്കും? ഇനി UK എന്നൊക്കെ മക്കൾ വരുന്നത് നോക്കിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇവിടെ പൈസ കൊടുക്കണ്ടേ? ആരോടെയും ഒക്കെ മേടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? എന്റെ കോൺട്രാക്ടർ ഇതൊന്നും പറയുന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല പൈസ. അച്ഛന്റെ അടുത്ത് കോടികളുണ്ട്, ശരി. ഇനിയിപ്പോ ഇല്ലെങ്കിൽ ഇല്ല, നിങ്ങൾ എവിടെ നിന്നും ഒന്ന് സംഘടിപ്പിക്കാൻ, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി എവിടെ നിന്നും സംഘടിപ്പിച്ചിട്ട് വരാം. ഇപ്പൊ ഇവിടെ നിന്ന് സംഘടിപ്പിക്കാൻ ആവില്ല കോൺട്രാക്ടർ. എന്താ പറയണ്ടേ? ഞാനിപ്പോ ഇവിടെ സിമന്റ് ലോറിക്ക് കൊടുക്കേണ്ട പൈസ അതെല്ലാം അടച്ചിട്ട് വരുന്ന വഴിക്കാണ്. ഇപ്പൊ എന്റെ അടുത്ത് ക്യാഷ് ആയിട്ടൊന്നുമില്ല. എന്റെ രാജ, എന്നാ പിന്നെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോ അത് നമ്മൾ വിശ്വസിച്ചും പോയില്ലേ? ഓ, ഇങ്ങനത്തെ ഒരു പരിപാടി, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ താൻ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ ആരോടാ പോയിട്ടൊന്ന് ചോദിക്കുക. പ്രോഗ്രാം ഏതുമാകട്ടെ, നിങ്ങളുടെ അമൂല്യ നിമിഷങ്ങളെ അനശ്വരമാക്കുവാൻ ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ. വെഡിംഗ്, ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, ഇനാഗുറേഷൻസ്, ബർത്ത്ഡേ പാർട്ടീസ്, ആനിവേഴ്സറി, ബേബി ഷവേഴ്സ്, ഇവന്റ്സ്, ഹൗസ് വാമിംഗ്, ഗെറ്റ് ടുഗദർ. പ്രോഗ്രാം ഏതുമാകട്ടെ, പ്രോഗ്രാം കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഫോട്ടോസ് പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ഓസ്കാർ ഫോട്ടോഗ്രാഫി ചെറുപുഴ. ലൈവ് ടെലികാസ്റ്റിംഗ്, ഫ്യൂണറൽ ഫംഗ്ഷൻ എന്നിവ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു. ഫോൺ 9447778901.